ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ വിശുദ്ധ മോനിക്കാമ്മയുടെ തിരുനാള് ആഗസ്റ്റ് 27-നും വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാള് ആഗസ്റ്റ് 28-നുമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്റ്റിൻ യുവജനങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അഗസ്റ്റിൻ തന്റെ ജീവിതം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ ലൗകിക മോഹങ്ങളിൽ ആശ്രയിക്കരുത്. താൽക്കാലികമായി സന്തോഷം നൽകുന്ന ഈ ലൗകിക മോഹങ്ങളിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിക്കുമെന്ന്. വിശുദ്ധ അഗസ്റ്റിന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ? അവിടെ നമുക്ക് വിശുദ്ധ മോനിക്കാമ്മയെ കാണുവാനായിട്ട് സാധിക്കും. തനിക്ക് ജീവിത പങ്കാളിയായി നൽകിയ വിശുദ്ധ മോനിക്കാമ്മ കുറവുള്ള തന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ മോഹങ്ങൾ പാഞ്ഞു നടന്നിരുന്ന തന്റെ മകനെ നേടുവാനായി വിശുദ്ധ മോനിക്ക ഒരു ദിവസമല്ല, ഒരു മണിക്കൂറല്ല, ഒരു മിനിറ്റ് അല്ല, വർഷങ്ങളോളം 33 വർഷങ്ങളോളം പ്രാർത്ഥനയ്ക്കൊടുവിലാണ് വിശുദ്ധ അഗസ്റ്റിനെ മോനിക്കാമ്മയ്ക്ക് നേടുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മകനും നഷ്ടപ്പെട്ടു പോവുകയില്ല. വിശുദ്ധ അഗസ്റ്റിൻ യുവജനങ്ങളോടായി പറഞ്ഞു വയ്ക്കുന്നു: ഡോൺ ചേസ് ഇൻ എംപ്റ്റി പ്ലഷേഴ്സ്. നമ്മുടെ കണ്ണുകൾക്ക് മധുരം നൽകുന്ന കാഴ്ചകളും അനുഭവങ്ങൾക്കും പിന്നാലെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ജീവിതം നന്നാവില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മാധ്യമ ലോകത്തിന്റെ അതിപ്രസരം മൂലം പലപ്പോഴും ഈ യുവജനങ്ങളും ലോകം മുഴുവനും ഈ മാധ്യമങ്ങളുടെ പുറകെയാണ്. മാധ്യമങ്ങൾ നൽകുന്ന തെറ്റായ ധാരണകൾക്ക് പിന്നാലെ പോയി അവര് പലവിധ തിന്മകൾക്ക് അടിമപ്പെടുന്നു. അഗസ്റ്റിൻ പറയുന്നു, തിരിച്ചു വരുവാനുള്ള അവസരം നിങ്ങൾക്ക് ധാരാളമുണ്ട്. കുമ്പസാരക്കൂട് നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരിക്കലും ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ വർഷങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അവനെ വിലയിരുത്തുവാനായിട്ട് സാധിക്കില്ല. അവനൊരു പക്ഷേ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാവും. വിശുദ്ധ അഗസ്റ്റിൻ ജീവിതം അതാണ് കാണിച്ചു വെക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ ലോകത്തിനോട് മുഴുവൻ കൺഫെഷൻ എന്ന ബുക്കിലൂടെ തന്റെ തെറ്റുകളെ കുറിച്ചു വയ്ക്കുമ്പോൾ അഗസ്റ്റിൻ വളരെ മോശമാണെന്ന് ചിത്രീകരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഞാനും നിങ്ങളുമൊക്കെ എന്തോരം തിന്മകളും ലൂടെയാണ് കടന്നു പോകുന്നത്. എന്നിൽ നിങ്ങൾ എന്തോരം തിന്മകളുണ്ട്, പക്ഷെ നമ്മൾ ആരും അത് പുറമേ കാണിക്കാറില്ല, അല്ലേ? പക്ഷെ വിശുദ്ധ അഗസ്റ്റിൻ അത് തുറന്നൊരു പുസ്തകം പോലെ കൺഫെഷൻ എന്ന ബുക്കിൽ ഇത് കുറിച്ചു വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ പ്രാർത്ഥന മൂലം അഗസ്റ്റിൻ ഒരു വൈദികനാകുന്നുണ്ട്, ബിഷപ്പാകുന്നുണ്ട്, വിശുദ്ധനാകുന്നുണ്ട്. അപ്പോ എന്നിലും നിങ്ങളിലുമുള്ള ഒരു സാധ്യതയാണ് ഈ വിശുദ്ധി എന്നുള്ളത്. അതുകൊണ്ട് കൺഫെഷൻ എന്ന കൂദാശയെ നിങ്ങൾ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും അഗസ്റ്റിൻ നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നു: ഗോഡ്സ് മേഴ്സി ഈസ് സോ ഗ്രേറ്റ്. ദൈവത്തിന്റെ കരുണ അത് വളരെ വലുതാണ്. ദൈവത്തിന്റെ കരുണയിൽ നിങ്ങൾ ആശ്രയിക്കുക. നമ്മള് സുവിശേഷത്തിൽ കാണുന്നില്ലേ, ധൂർത്തപുത്രൻ തന്റെ പിതാവിൽ നിന്ന് അകന്ന് അവൻ ഇഷ്ടപ്പെട്ട ജീവിത രീതിയിലേക്ക് നയിച്ചു കഴിഞ്ഞ് അവൻ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു അപ്പൻ. ഇതുപോലെ നിങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു സ്നേഹനിധിയായ അപ്പൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ചിന്തിക്കുക. ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മുടെ പാപങ്ങളൊന്നുമല്ല. അവിടുന്ന് എടുക്കുമായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് സാധിക്കാത്ത വ്യക്തികളായി മാറിയേനെ. ദെൻ അടുത്തതായിട്ട് അഗസ്റ്റിൻ നിങ്ങളോട് പറയുകയാണ്: ഫൈൻഡ് ഔട്ട് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. നല്ല സൗഹൃദങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. പ്രിയപ്പെട്ടവർ, ഒരു കൊട്ടയിൽ നിറയെ ആപ്പിൾ ഉണ്ടെന്ന് വെച്ചോ, ഒരു ആപ്പിള് കേടാണെങ്കിൽ പതുക്കെ പതുക്കെ അതിന്റെ ചീവ മറ്റുള്ള ആപ്പിളുകളിലേക്ക് പടരുമല്ലേ? ഇതുപോലെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാര്. അവരിലെ തിന്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ വളരെ അധികമായിട്ട് സ്വാധീനിക്കും, അല്ലെ? പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. കൂട്ടുകാരാണെല്ലാം. പക്ഷെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിച്ചുകൊണ്ട് ഈ കൂട്ടുകാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ല കാര്യം. പക്ഷെ നിങ്ങളെ മോശ വഴിയിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടിൽ നിന്ന് അകന്ന് ജീവിക്കുക. കാരണം നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു കുടുംബമുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ആ കുടുംബത്തെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ തക്കവിധം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മക്കളായി
നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ വിശുദ്ധ അഗസ്റ്റിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട്, വിശുദ്ധ മോനിക്കയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.